ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 22-ാമത്തെ സങ്കീർത്തനമാണ്. നമ്മൾ സങ്കീർത്തനങ്ങൾ ക്രമമായി പഠിക്കുകയാണ്. ഇതിനു മുമ്പുള്ള സങ്കീർത്തനങ്ങൾ പഠിക്കാത്തവർ ദയവായി ആ വീഡിയോസ് കണ്ട് സങ്കീർത്തനങ്ങൾ 21 വരെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. നമുക്ക് നോക്കാം 22-ാം സങ്കീർത്തനം. 22-ാമത്തെ സങ്കീർത്തനം അല്പം ദീർഘമായ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൽ 31 വാക്യങ്ങൾ ഉണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതിൻ്റെ തലക്കെട്ടിൽ നിന്ന് തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിൻ്റെ തലക്കെട്ടിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: സംഗീത പ്രമാണിക്ക് ഉഷസിൻ മാൻപേട എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അപ്പോൾ 22-ാം സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ സങ്കീർത്തനത്തെ ഉഷസിൻ മാൻപേട എന്ന് വിളിക്കുന്നു. ഇതൊരു മശിഹൈക സങ്കീർത്തനമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ 7 പ്രധാന മൊഴികളിൽ ആദ്യത്തെ മൊഴിയാണ് ഇതിൻ്റെ 1-ാമത്തെ വാക്യം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ അതിദാരുണമായ മണിക്കൂറുകളെ ഈ സങ്കീർത്തനം വിവരിക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരകനായ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തി ഈ സങ്കീർത്തനം വിളിച്ചോതുന്നു. ഉഷസിൻ മാൻപേട എന്ന രാഗത്തിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം. 22, 23, 24 എന്നീ 3 സങ്കീർത്തനങ്ങളിൽ ഇടയൻ്റെ 3 ശ്രേഷ്ഠതകളെ വർണ്ണിക്കുന്നു. സങ്കീർത്തനം 22-ൽ നല്ല ഇടയൻ അല്ലെങ്കിൽ ജീവൻ കൊടുക്കുന്ന ഇടയനെ കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. 23-ാം സങ്കീർത്തനത്തിൽ ആടുകളുടെ വലിയ ഇടയനെ നാം കാണുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. സങ്കീർത്തനം 24-ൽ ശ്രേഷ്ഠ ഇടയനെ കാണുന്നു. 1 പത്രോസ് 5:4 നാം കാണുന്നു, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അങ്ങനെ ഈ 3 സങ്കീർത്തനങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ 3 ശ്രേഷ്ഠതകളെക്കുറിച്ച് കാണുവാൻ കഴിയും. ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കാം. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് ശത്രുക്കളാൽ വലയുമ്പോൾ എഴുതിയ സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനമെന്ന് കരുതപ്പെടുന്നു. ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ വിഭജനം നോക്കാം. ഈ സങ്കീർത്തനം അല്പം ദീർഘമായ സങ്കീർത്തനമായതുകൊണ്ട് പഠന സൗകര്യാർത്ഥം ഈ സങ്കീർത്തനത്തെ 2 ഭാഗങ്ങളായി തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ സഹായം അപേക്ഷിച്ചുകൊണ്ടുള്ള നിലവിളി, 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതൽ. ഇനി 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്കൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു.
അവർ അതരം മലർത്തി തല കുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. അവനവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടിവിക്കട്ടെ. അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു. ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ബുഫുഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം മെഴുകുപോലെയായി. എൻ്റെ കുടലിൻ്റെ നടുവേ ഉരുകിയിരിക്കുന്നു. എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എൻ്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിൻ്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു. ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും എനിക്കെണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ, അകന്നിരിക്കരുതേ. എൻ്റെ തുണയായുള്ളോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ സഹായം അപേക്ഷിച്ചുകൊണ്ടുള്ള നിലവിളിയാണ് നാം കാണുന്നത്. ഈ നിലവിളി യേശുക്രിസ്തുവിൻ്റെ നിലവിളിയല്ല. ഇത് ആദാമ്യ വർഗത്തിൻ്റെ നിലവിളിയാകുന്നു. കാരണം യേശുക്രിസ്തു ദൈവത്തെ ഒരിക്കലും ദൈവമേ എന്ന് വിളിച്ചില്ല. യേശുക്രിസ്തു ദൈവത്തെ അഭിസംബോധന ചെയ്തിടത്തെല്ലാം പിതാവേ അല്ലെങ്കിൽ പിതാവ് എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിലവിളി മാനവവർഗത്തിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ടുള്ള രക്ഷയ്ക്ക് വേണ്ടി ഒടുക്കത്തെ ആദാമായ യേശുക്രിസ്തുവിൻ്റെ നിലവിളിയാണ്. മാനവകുലത്തിൻ്റെ പാപമോചനത്തിനായി സ്വർഗീയ പിതാവ് തൻ്റെ പുത്രനെ ക്രൂശിൽ കൈവെടിയുന്നു. ദൈവത്തിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ ശ്രേഷ്ഠത ഈ സങ്കീർത്തനം വിളിച്ചോതുന്നു. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നമ്മുടെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിൻ്റെ രക്ഷാകര പ്രവൃത്തിയെ ധ്യാനിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ക്രൂശിങ്കിലേക്ക് ക്ഷണിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ഈ സങ്കീർത്തനം വിളിച്ചോതുകയാൽ യേശുവിൻ്റെ മരണം എങ്ങനെയുള്ള മരണമായിരുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. യേശുവിൻ്റെ മരണം ഒരു കൊലപാതകമായിരുന്നില്ല. അവൻ്റെ മരണം ആത്മഹത്യയായിരുന്നില്ല. യേശുവിൻ്റെ മരണം ഒരു അപകട മരണമായിരുന്നില്ല. മറിച്ച് കർത്താവിൻ്റെ മരണം യഹൂദന്മാരുടെ കൈപ്പിഴ കൊണ്ട് സംഭവിച്ച മരണമല്ല. അവൻ്റെ മരണം പ്രതിമരണം അഥവാ പ്രായശ്ചിത്ത മരണമായിരുന്നു. നമുക്ക് പകരം നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാനുള്ള മരണമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ മരണം. ഓരോ ദൈവഭക്തനും അവൻ്റെ മരണം എൻ്റെ മരണമായിരുന്നുവെന്ന് ചിന്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വിശ്വസിക്കുമ്പോഴാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ പാപപരിഹാരകനായി വെളിപ്പെടുന്നത്. പിതാവായ ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള അതിതീവ്ര സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ നടന്ന സ്ഥലമാണ് യേശുക്രിസ്തുവിൻ്റെ കാൽവരി. സങ്കീർത്തനം 22 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ക്രൂശിൽ സഹിച്ച കഷ്ടത്തിൻ്റെ വലിപ്പം വിശദീകരിക്കുകയാണ്. യേശു അനുഭവിച്ച കഷ്ടത്തിൻ്റെ വലിപ്പം സുവിശേഷ ഭാഗങ്ങളിൽ പ്രധാനമായും മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായങ്ങളിലും വിശദീകരിക്കുന്നു. യേശുക്രിസ്തുവിന് 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ കഷ്ടാനുഭവങ്ങളെ യെശയ്യാവ് പ്രവാചകൻ പ്രവചനാത്മാവിൽ കാണുന്നു. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ യെശയ്യാവ് 53-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ക്രിസ്തുവിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് ആത്മാവിൽ പ്രവചിച്ചതാണ് 22-ാം സങ്കീർത്തനം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ അനാഥത്വം നമ്മുടെ അനാഥത്വം മാറ്റാനായിരുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന്
യേശുവിൻ്റെ വാക്കുകൾ ഇത്തരണത്തിൽ സ്മരണീയമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഒറ്റപ്പെടലുകളുടെയും അവഗണനകളുടെയും കഷ്ടതകളുടെയും നടുവിൽ യേശുവിൻ്റെ കഷ്ടതകളെ ധ്യാനിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ഇനി 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഞാൻ നിൻ്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ, യാക്കോബിൻ്റെ സകല സന്തതിയുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ, ഇസ്രായേലിൻ്റെ സർവ്വസന്തതിയുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ. അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തൻ്റെ മുഖം അവന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കുകയത്രേ ചെയ്തത്. മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കിൽ നിന്ന് വരുന്നു. അവൻ്റെ ഭക്തന്മാർ കാണുകെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്ന് തൃപ്തന്മാരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവെങ്കിലേക്ക് തിരിയും. ജാതികളുടെ വംശങ്ങളൊക്കെയും നിൻ്റെ മുമ്പാകെ നമസ്കരിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാം അവൻ്റെ മുമ്പാകെ കുമ്പിടും. തൻ്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ ഒരു സന്തതി അവനെ സേവിക്കും. വരുന്ന തലമുറയോട് യഹോവയെക്കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവൻ്റെ നീതിയെ വർണ്ണിക്കും. 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിസന്ധികളിൽ വിടുതൽ പ്രാപിച്ച ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രൂശുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ചരിത്രം അവസാനിച്ചെന്ന് കരുതിയ പിശാചിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് 3-ാം ദിവസം അവൻ മരണത്തിന്മേൽ ജയോത്സവം കൊണ്ടാടി. നാം മരിച്ച കർത്താവിനെയല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെയാണ് സേവിക്കുന്നത്. ജീവിതത്തിൽ ഒരു ക്രൂശുണ്ടെങ്കിൽ ഒരു ഉയർപ്പും ദൈവം ഒരുക്കിയിട്ടുണ്ട്. പ്രിയ ദൈവ പൈതലേ, ഇന്ന് നിനക്ക് ക്രൂശാണെങ്കിൽ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ ക്രൂശ് കണ്ട് തളർന്നു പോകരുത്. ക്രൂശ് കാൽവറി വരെയേ ഉള്ളൂ. അതിനപ്പുറത്ത് ഒരു നിത്യരാജ്യത്വം ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. 22-ാം സങ്കീർത്തനം പഠിക്കുവാൻ ദൈവം നമ്മളെല്ലാം സഹായിച്ചു. ഈ സങ്കീർത്തനം ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സങ്കീർത്തനങ്ങൾ ഇഷ്ടമാകുന്നു എന്നെനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദയവായി ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഈ സങ്കീർത്തനം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത സങ്കീർത്തനവുമായി വരുന്നതുവരെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.